പ്രിയപ്പെട്ടവരെ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ സ്ത്രീയെ കൂച്ചുവിലങ്ങിടുന്നു, തളയ്ക്കുന്നു, അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അവളെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കുന്നില്ല, അങ്ങനെ അനുവദിക്കാത്തൊരു മതമാണ് ഇസ്ലാം മതം എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചകൾ, പലപ്പോഴും പ്രതിരോധിക്കാൻ പോലും കിടന്ന ആളുകൾ പ്രയാസപ്പെട്ടു പോകുന്ന ചർച്ചകൾ ഉയർത്തിവിടുമ്പോൾ ഈ തളയ്ക്കുന്നു, സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നിടത്തും ചില നിയന്ത്രണങ്ങൾ, ചില നിഷ്കർഷകൾ, ചില ചിന്തകൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ അവൾക്ക് മേൽ എന്തിനാണ് ഉടയതമ്പുരാനായ, അതായത് അവളെ സൃഷ്ടിച്ച പടച്ചവൻ വെച്ചിരിക്കുന്നത്? അത് അവളുടെ സ്വാതന്ത്ര്യമില്ലാതാക്കാനാണോ അതോ അവളുടെ അന്തസ്സ് സൂക്ഷിക്കാനാണോ എന്നൊരു ചർച്ച കൂടി ഇവിടെ നടത്തേണ്ടതുണ്ട്. അതിനിപ്പോഴല്ലാതെ എപ്പോഴാണ് സമയം? പക്ഷേ ആ സമയത്തും നമ്മുടെ മൂല്യാക്കന്മാരുടെ സംഘടനകൾ ആടിച്ച് തകർത്ത് തരിപ്പണമാക്കി സ്വർഗത്തിലും നരകത്തിലും പോകുന്നവർ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഏതായാലും അതിനെക്കുറിച്ച് ചിലത് എനിക്ക് പറയാനുണ്ട്. നമുക്കെപ്പോഴും അറിയാം, ഇതിപ്പോൾ ഒരു ഐഫോണാണ്. ഈ ഐഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള മാനുവൽ പറയുന്നത് ഈ ഐഫോൺ നിർമ്മാതാവായ കമ്പനിയാണ്. ചിലരെങ്കിലും അത് വാങ്ങുമ്പോൾ പറയും, ഇത് ഭയങ്കര കൊനഷ്ടാണ്, ഇതിനേക്കാൾ നല്ലത് ആൻഡ്രോയിഡാണ്, നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്, ഇതിനങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെ ഉണ്ടാക്കണം, ഇത് മാനേജ് ചെയ്യാൻ പാടാ, ഇതിനകത്ത് എന്തെങ്കിലും ഡേറ്റ എടുക്കാൻ പാടാ, എല്ലാ ആപ്പും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാ ആപ്പും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ആ പ്രൊവിഷൻ എന്തിനാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് യൂസറുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത സമയത്ത് നമ്മുടെ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സാറിൻ്റെ ഒരു പോസ്റ്റ്, ഒരു സ്ക്രീൻഷോട്ട് വെച്ചാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. അതായത് നിങ്ങൾ ഇനിയും ട്രൈ ചെയ്തോളൂ, ഈ മൊബൈൽ ഫോൺ എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സോഫ്റ്റ്വെയർ പുള്ളിയുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാനോ എൻ്റർ ചെയ്യാനോ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ അലേർട്ട് മെസ്സേജാണ് ആര് കൊടുത്തത്? ഈ ഐഫോൺ കമ്പനി ഇങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ അത് ഇൻസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില സുഖമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ സ്ത്രീകളോട് പറഞ്ഞത് അവരെ അധമരാക്കാനും പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം നൽകിയത് അവരെ അഹങ്കാരികളാക്കാനുമല്ല. അവരുടെ കയ്യിലിരിപ്പും പുരുഷൻ്റെ കയ്യിലിരിപ്പും അവൻ്റെ രീതിയും അവൻ്റെ കാര്യങ്ങളും നന്നായി അറിയാവുന്നത് അവനെ പടച്ചവനാണ്. സ്ത്രീ എത്രത്തോളം പ്രഷ്യസ് ആണെന്നും അവളുടെ വ്യക്തിത്വം എങ്ങനെ സൂക്ഷിക്കപ്പെടേണ്ടതാണെന്നും അവൾക്ക് എങ്ങനെയാണ് സുരക്ഷിതത്വം നൽകാൻ കഴിയുന്നതെന്നും നന്നായി പറയാൻ കഴിയുന്നത് അവളെയും സൃഷ്ടിച്ച പടച്ചവനാണ്. അപ്പോൾ ആ പടച്ചവൻ ചില നിയന്ത്രണങ്ങൾ, ചില കാര്യങ്ങളിൽ ചില സൂക്ഷ്മതകൾ പുലർത്തണം, അങ്ങനെ പാടില്ല. അപരിചിതമായ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ പോകുമ്പോൾ വിവാഹബന്ധം നിഷിദ്ധമായ ഒരാൾ, ഒന്നെങ്കിൽ ആങ്ങള അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരാളോടൊപ്പം പോകണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സ്വതന്ത്രമായി പോയാൽ എന്താ, അങ്ങനെ പോയാണ്ട് സംഭവിക്കുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡയലോഗ് പറയുന്നവരാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു മറുവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന പൾസർ സുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ കാരണമായ ഒരു പ്രവൃത്തി കൊണ്ടുണ്ടായില്ലെങ്കിൽ ഇതൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യപ്പെടും, എവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും? ഇവരൊക്കെ ധീരരും വീരരും വാഴ്ത്തപ്പെടുന്നവരും അഭ്രപാളികളിലെ ശുഭ്ര നക്ഷത്രങ്ങളുമായിട്ടൊക്കെ മടങ്ങൂല്ലേ? ആ മേഖലയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം എന്താ? ഇത് ആ മേഖലയിൽ മാത്രമാണോ നടക്കുന്നത്? അപ്പം നമ്മൾ ഈ പറയുന്ന, നിയന്ത്രിക്കുന്ന, അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഇസ്ലാം മതം സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെന്ന് പറയും, അങ്ങനെ അല്ലെന്ന് പറയും, അതതിൻ്റെ അപ്പുറത്തെ എന്തെങ്കിലും ആണെന്നൊക്കെ നമ്മൾ പറയും. ഇട്ട് മൂടാൻ പറഞ്ഞു, മറ്റേത് പറഞ്ഞു, മൊത്തം മറയ്ക്കാൻ പറഞ്ഞു, അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്തിനാണ്? അവരവരുടെ കോൺഫിഡൻസ് ലെവലിൻ്റെ മേൽ നിർദ്ദേശിക്കപ്പെട്ട ഓരോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. നമ്മളിപ്പോൾ ഏത് മരുന്ന് വാങ്ങിച്ചാലും അതിനകത്ത് എഴുതി വെക്കും, പ്ലീസ് സ്റ്റോർ ഇൻ എ കൂൾ പ്ലേസ് എന്ന് വിചാരിച്ച് എല്ലാവരും മരുന്ന് വെക്കാൻ വേണ്ടി ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് വെക്കാറില്ല. അത് നിർമ്മാതാവിൻ്റെ നിർദ്ദേശമാണ്. നിങ്ങൾക്കതിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടാൻ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. അത്രേ പറഞ്ഞുള്ളൂ ഇസ്ലാം മതവും, കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷേ അവിടെ പറയുന്നതെല്ലാം ഇങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കാണിച്ച്, UP-യിലെവിടെയോ 24 മക്കളുണ്ട് അത്രേ, 24. അവരുടെ അഭിമുഖമാണ് കാണിച്ചത്, അവർ തന്നെ നേരിട്ട് പറയുന്നതാണ്. പക്ഷേ അതും വേറൊരു പേര് വരുമ്പോൾ ഇങ്ങനെ ആയിത്തീരുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഏതായാലും ഞാനീ പറഞ്ഞത് ഇത്തരം ചിന്താപരിസരങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കണം എന്ന് വിചാരിച്ച് സ്ത്രീ ജോലിക്ക് പോകണ്ട, പെൺകുട്ടികൾ പഠിക്കാൻ പോകണ്ട, പെൺകുട്ടികൾ അങ്ങനെ ചെയ്യേണ്ടെന്നൊന്നും അല്ലതല്ല. ഒരു മതം പറയുമ്പോൾ, ഒരു വിശ്വാസം പറയുമ്പോൾ, ഉടയതമ്പുരാൻ പറയുമ്പോൾ അതിലെ സ്ട്രിക്റ്റായ ആ കേന്ദ്ര പോയിന്റിൽ തന്നെ നിന്നാണ് സംസാരിക്കേണ്ടത്. അതിൽ എവിടെ വരെ ഡീവിയേഷൻ എടുക്കാം എന്നുള്ളത് ആ പോകുന്നവർ ഡീവിയേഷൻ എടുത്തോണം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു റോഡ് പണി നടക്കുന്നിടത്ത് കുറുകിൽ എഴുതി വെക്കും റോഡ് ക്ലോസ്ഡ്
അതാ എഴുതുന്ന ആൾ വാൺ ചെയ്തിരിക്കുക, ഇത് അടച്ചിരിക്കുകയാണെന്ന്. എന്നാൽ ചിലർ അതിൻ്റെ ഇടയ്ക്കൂടെ ബൈക്ക് എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ അവിടെ ചെറിയ ഇടവഴി കാണും, സേഫായിട്ട് അങ്ങ് പോയെന്നും ഇരിക്കും. പക്ഷേ അവിടെ ഒരു കൈൻഡ് ഓഫ് റിസ്ക് ഉണ്ടെന്ന് നിങ്ങളെ റിമെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വേണ്ട, അവരെ സ്വതന്ത്രമാക്കി വിട്ടേക്ക്, ഞങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാമെന്ന് പറയുന്നതാണോ നവോത്ഥാനമെന്ന്, പരിഷ്കാരമെന്ന് ചിന്തിച്ചു പോകും ഇത് കേൾക്കുമ്പോൾ. അതും അവളുടെ ഇഷ്ടം പ്രശ്നമല്ല, അവളുടെ സമ്മതം പ്രശ്നമല്ല, അവളെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ടിഷ്യൂ പേപ്പർ പോലെ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അവളെന്ന് സ്ഥാപിച്ചെടുക്കുന്നതാണോ അവളുടെ ഡിഗ്നിറ്റിക്കും അന്തസ്സിനുമൊക്കെ യോഗ്യമെന്നുള്ള ഒരു ചിന്ത കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്.